യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടുത്ത് പറഞ്ഞതാണ്. ആരോഗ്യത്തെപ്പറ്റി അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഒന്ന്, അതൊരു ജീവിതത്തിൻ്റെ പ്രധാന ഘടകമാണത്. ആരോഗ്യത്തിൻ്റെ ഒരു ആംഗിളാണ് എന്താ പറയുക ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് യു ഷുഡ് ടേക്ക് ഇൻട്രസ്റ്റ് എന്നുള്ളതാണത്. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഹാപ്പിനെസ്സിനെ പറ്റിയും ഹെൽത്തിനെ പറ്റിയും അറിയേണ്ട ആവശ്യവും അത് പറയാനുള്ളതിൻ്റെയും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഡിസ്കഷൻ്റെ ഉള്ള എന്ത് ഗുണമുണ്ടെന്ന് അസസ് ചെയ്യാനായിട്ടും എനിക്ക് സാധിക്കുന്നു. എൻ്റെ സമയം ഞാനത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എനിക്ക് തന്നെ ചോദിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് യങ്സ്റ്റേഴ്സ് ഹെൽത്തിനെ പറ്റിയും ഹാപ്പിനെസ്സിനെ പറ്റിയും അതെങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ആലോചിക്കേണ്ടതും പഠിക്കേണ്ടത് കാര്യം എന്തായിരുന്നു? ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് യങ്സ്റ്റേഴ്സിന് മാത്രം, അവർ മാത്രം മതിയോ? മറ്റുള്ള സമൂഹത്തിൽ മറ്റുള്ള ഘടകങ്ങൾ ഇതേപ്പറ്റി പഠിക്കേണ്ട അറിയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ആരൊക്കെയാണത്? അഡോളസൻ്റ് മാത്രം? അഡോളസൻ്റ് കാര്യം പറഞ്ഞത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇതേപ്പറ്റി പഠിച്ചിരിക്കണം. പക്ഷേ എല്ലാ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒന്നായിരിക്കുമോ? എന്താ വ്യത്യാസം? ഓക്കെ, ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസമുണ്ട്. ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു എക്സാമ്പിൾ. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഈ അഡോളസൻ്റ് ഷവർമ കഴിക്കും, എൽഡർലി ചോറ് കഴിക്കും, അതാണ് വ്യത്യാസം. സംസ്കാരത്തിൽ വ്യത്യാസം. അപ്പം ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. അല്ല, നമ്മൾ ഇവിടുത്തെ പോപ്പുലേഷനാണ് പറയുന്നത്, കേരളത്തിൻ്റെ ഇന്ത്യയിൽ എന്നുള്ളത്. അല്ല, അമേരിക്ക എക്സാമ്പിൾ എടുക്കാതെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ടൊന്ന്. അപ്പം ഇപ്പം രണ്ട് ഐഡിയ വന്നപ്പോൾ, ഒന്ന് ഹെൽത്തിനെ പറ്റി അഡോളസൻ്റ് പ്രത്യേകം അറിഞ്ഞിരിക്കണം, അതിന് കാരണം അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതാണ് ഒരു ഐഡിയ വന്നത്. രണ്ടാമത്തെ പറഞ്ഞത് ഈ ഹെൽത്തിനെ പറ്റിയും ഹാപ്പിനെസ്സിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് പല പോപ്പുലേഷൻ ഗ്രൂപ്പിൽ വ്യത്യാസമാണ്, അത് ഏജ് ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം അത് എന്താണെന്നുള്ള എക്സാമ്പിളെ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അപ്പോൾ അടുത്തതിലേക്ക് പോവാണ്, ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണത്? അല്ല, ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്, ഇത് ലൈഫ് സ്റ്റൈലാണ്, യങ്സ്റ്റേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതാണ്, എൽഡർലി ലൈഫ് സ്റ്റൈൽ അതാണ്, പിന്നെ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും, ചില ഡിസീസ് ലൈഫ് സ്റ്റൈലാണെന്ന് പറയും. പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, ലൈഫ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? എങ്ങനെ? എക്സസൈസ് ചെയ്യും. അപ്പം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നതാണ്. അല്ല, ഞാൻ തെറ്റോ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ആംപ്ലിഫൈ ചെയ്യണം, അതിനെപ്പറ്റൊരു അതിൻ്റെ ഐഡിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണത്. എക്സസൈസ് ചെയ്താൽ ഗുഡ് ഹെൽത്ത് ഉണ്ടാകും. ഓക്കെ, ഫുഡ്, നല്ല ഫുഡ് കഴിച്ചാൽ നല്ല ഹെൽത്ത് ഉണ്ടാകും. അന്നേരം ഓർമ്മ അതിൻ്റെ അഡ്ജക്റ്റീവ് ഉണ്ട്, നല്ല. അപ്പോൾ ഈ നല്ലത് എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ വരും. അല്ല, അപ്പം ചോദിക്കുന്നില്ല, അവിടെ നിൽക്കേണ്ടത്. ഞാനിപ്പോൾ 4 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് ഹെൽത്തിനെ പറ്റി പറഞ്ഞു, 2 ഹാപ്പിനെസ്സിനെ പറ്റി പറഞ്ഞു, അഡോളസൻസിനെ പറ്റി പറഞ്ഞു, പിന്നെ പറഞ്ഞ് ലൈഫ് സ്റ്റൈലിനെ പറ്റി നമ്മളൊരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പം അത് വേണ്ടെന്ന് പറഞ്ഞ് പുറകോട്ട് വരുന്നു. ഇത്രയാണ് ഇതൊക്കെ 4-5 കാര്യങ്ങൾ ഞാനിപ്പം സംസാരിച്ചത്. നമുക്ക് ഇതിൽ തന്നെ കുറച്ചിനി മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നമ്മളൊന്ന് പഠിക്കേണ്ട ഏത് സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞാലും ആ സബ്ജക്റ്റിൽ നമ്മൾ പറയുമ്പോൾ അതിനൊരു ഡെഫിനിഷനുണ്ട്. ഇല്ല, ഒരു സബ്ജക്റ്റിനെ പറ്റി ഡിഫൈൻ ചെയ്ത ഡെഫിനേഷനാണ് നമ്മുടെ പഠനത്തിൽ പെട്ട ഒരു കാര്യം. ഇപ്പം കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞ ഡെഫിനേഷനുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക MSW സോഷ്യൽ വർക്ക് എന്താണെന്ന് ഡെഫിനേഷനുണ്ട്. ഈ ഒരു സബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പഠനത്തിൻ്റെ ഒരു 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 സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഏത് സബ്ജക്റ്റിനെ പറ്റി, എന്ത് ഫിനോമിനെ പറ്റിയും എന്ത് സോഷ്യൽ ഇതിനെ പറ്റിയും നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു സ്കിൽ നമ്മൾ ഇവഞ്ച്വലി അക്വയർ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അപ്പം നമ്മൾ 4 ഐഡിയാസ് പറഞ്ഞു. ഇത് കുറച്ചുകൂടെ അൺപാക്ക് ചെയ്യാം. ഈ ഞാൻ ഒടുവിൽ പറഞ്ഞതിൽ വരാം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണത്. ഒന്ന് പറഞ്ഞ് നല്ല ഭക്ഷണം കഴിക്കുന്നതാണ് ലൈഫ് സ്റ്റൈല്, എക്സസൈസ് ചെയ്യുന്നതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതാണ് ലൈഫ് സ്റ്റൈല്. ഈ 4 കാര്യങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്യപ്പെട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ്. ആ കണക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്? ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട്.
അതിലൂടെ ഞാൻ ചോദിക്കുന്നത്, ഈ ജീവിതശൈലി രോഗവും ആരോഗ്യമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് ജീവിതശൈലി രോഗം? ഇതേപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ലൈഫ് സ്റ്റൈലിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്. എന്താണ് ലൈഫ് സ്റ്റൈൽ? ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ മറ്റേ പബ്ലിക് അനൗൺസ്മെൻറ്റിലൊക്കെ കേൾക്കും ജീവിതശൈലി രോഗങ്ങളുണ്ട്. എന്ത് ജീവിതശൈലിയാണ് രോഗത്തിലേക്ക് നീട്ടുന്നത്? എന്ത് ജീവിതശൈലിയാണ് രോഗത്തിൽ നമ്മളെ പ്രതിരോധിക്കുന്നത്? എന്ത് ജീവിതശൈലി എടുത്താൽ ലോങ് ടൈം ആയിട്ട് നമ്മൾ രോഗമുള്ളവർക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ പല കാര്യങ്ങളുണ്ട് ലൈഫ് സ്റ്റൈലിൽ. അപ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്? കേട്ടില്ല. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണമാണ് ഒരു അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതെന്തൊക്കെയായിരിക്കും? ആ അപ്പോൾ ഒരു ദിവസത്തെ അജണ്ട എന്ന് പറയുന്നതാണോ ലൈഫ് സ്റ്റൈൽ? നമ്മൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഒരു ദിവസത്തെ അജണ്ട, അതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് മാറിയിരിക്കുന്നത്? എങ്ങോട്ട് മാറി? എങ്ങനെയാണ് മാറിയതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത്? അല്ല, ലൈഫ് സ്റ്റൈൽ മാറി എന്ന് പറഞ്ഞല്ലോ. ആ അപ്പോൾ ആ മാറ്റം വന്നത് എങ്ങനെയാണെന്ന് പറയാമോ? ഉം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഞാൻ സമ്മറൈസ് ചെയ്യാമല്ലോ. ഒന്ന്, ഹാപ്പിനെസ്സും ഹെൽത്തും ലിങ്ക്ഡ് വിത്ത് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ അൺപാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ രണ്ട് കാര്യമുണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒന്ന്, ഒരു ഡെയിലി അജണ്ട എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞിരുന്നു. രണ്ടാമത്തത്, കഴിക്കുന്ന ഭക്ഷണം ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അതെ. പിന്നെ ജിമ്മ് അല്ലെ എക്സസൈസ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിനെ പറ്റി പെട്ടെന്നൊരു പൊതുവായിട്ടുള്ള ധാരണ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പെടാത്ത ഏതെങ്കിലും ഐഡിയ ലൈഫ് സ്റ്റൈലിനെ പറ്റി നിങ്ങൾക്ക് പറയാനുണ്ടോ? ലൈഫ് സ്റ്റൈലിൻ്റെ കോണ്ടെക്സ്റ്റ് ഓഫ് ഹെൽത്ത് എന്നുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫ് സ്റ്റൈൽ തന്നെ എടുക്കാതെ, ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആരാണ് തീരുമാനിക്കുന്നത്? യു ഡിസൈഡ് യുവർ സെൽഫ്, അതോ വേറെ ആരെങ്കിലും ആണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി തീരുമാനിക്കുന്നത്? നമ്മൾ ഒരു കാര്യമുണ്ട്, ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്തില്ല. ലൈഫ് സ്റ്റൈലിനെ പറ്റി ഏകദേശം ഒരു ധാരണ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് ഒരു ലൈഫ് സ്റ്റൈൽ വേറെയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവിടുന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഐഡിയ ഓഫ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിന് തന്നെ പല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷേ ആരോഗ്യ രംഗത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു പ്രധാന